നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരിയാ, അടുക്കളയിലൊക്കെ വേണ്ട സൗകര്യം ഉണ്ടെന്ന് ആർക്കറിയാം. വിനയനോ? ഇപ്പൊ ഇങ്ങോട്ട് കാണാനില്ലല്ലോ. എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ജമാലെ. ആകെ ഉണ്ടായിരുന്ന ഈ ഷോപ്പ് ഞാൻ നിനക്ക് വിറ്റില്ലേ. ഇനി പുതിയ എന്തെങ്കിലും പരിപാടി നോക്കണം. നിന്റെ കേസൊക്കെ കഴിഞ്ഞ വിനയ? ഇല്ല, അതൊക്കെ അങ്ങനെ നടക്കും. ഏതായാലും ഞാൻ ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. അല്ല, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ജമാലെ? ഉഷാറല്ലേ? വലിയ കുഴപ്പമില്ല. സർവീസ് ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഇഷ്ടംപോലെ പാർട്ടി വരുന്നുണ്ട്. ഓ, പക്ഷെ നമുക്ക് ആ പണി അറിയില്ലല്ലോ. അല്ല, ഇനി മുതൽ ഈ ഷോപ്പിൽ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂടാനാണോ നിന്റെ തീരുമാനം? ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റിയൊന്നും നീ ആലോചിക്കുന്നില്ലേ? ഏയ്, ഇനി അവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഉള്ള വരുമാനത്തില് കുടുംബത്തോടൊപ്പം കഴിയുന്നതാ സുഖം. എന്താ വിനയ, നിനക്ക് പുറത്തു പോകാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? ഏയ്, കേസുള്ളപ്പോ എനിക്കെങ്ങനെ വിസ കിട്ടാനാ ജമാലെ? നാട്ടിൽ തന്നെ എന്തെങ്കിലും പരിപാടി നോക്കണം. നിനക്ക് കടയൊഴിയാൻ വല്ല പ്ലാനും ഉണ്ടോന്ന് അറിയാനാ ഞാൻ വന്നത്. ഇല്ല വിനയ, ഉമ്മയ്ക്ക് സുഖമല്ല. ഭാര്യയാണെങ്കിൽ രണ്ടാമത് പ്രഗ്നന്റാ. മൂത്ത കുട്ടി നഴ്സറി പഠിക്കുന്നു. ഈ കടയുള്ളതുകൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ ജമാലെ. ഇതിപ്പോ നിന്റെ കടയാ, ഇതുകൊണ്ട് നീ രക്ഷപ്പെടണം. ഞാൻ വേണമെങ്കിൽ ഇവിടെ സർവീസ് സെന്റർ തുടങ്ങാം. പിന്നെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തോ. എനിക്കെന്തെങ്കിലും കമ്മീഷൻ തന്നാൽ മതി. അത് വേണ്ട ജമാലെ. ആ പണി എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാലോ. ആവശ്യക്കാർ അങ്ങോട്ടേക്ക് വരും. വിനയ, താനിപ്പോ എവിടെയാ? എന്നെ മനസ്സിലായില്ലേ? എടാ ശരത്തെ, എടാ നീ ആളാകെ അങ്ങ് മാറിയല്ലോ. ഇപ്പൊ ഏത് കമ്പനിയിലാ? പുതിയൊരു ഐറ്റം ഇറങ്ങിയില്ലേ, റേഞ്ച് പ്ലസ്. അതിന്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടറാ. ആഹാ, വെരി ഗുഡ്. നല്ല മൂവ്മെന്റ് ഉള്ള ബ്രാൻഡാണല്ലോ. ജമാലിനെ പോലുള്ള ഷോപ്പുകാര് ഇപ്പൊ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നത് റേഞ്ച് പ്ലസ് അല്ലേ ജമാലെ? വിലക്കുറവും നല്ല റേഞ്ചും. സാധാരണക്കാരുടെ ഫോൺ അത് തന്നെ. വിൽക്കുന്നവന് നല്ല മാർജിനും. വിനയ, നിന്റെ പരിചയത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യന്മാരാരെങ്കിലും ഉണ്ടോ? റേഞ്ച് പ്ലസിന്റെ സർവീസ് സെന്ററുകളുടെ ചീഫായി വർക്ക് ചെയ്യാൻ ഒരു അവസരമുണ്ട്. ഓരോ ജില്ലയിലും അത് 4 സർവീസ് സെന്ററുകൾ വീതം ഓപ്പൺ ആവാൻ പോവുക. ഈ ജില്ലയിലെ സ്റ്റാഫ് ഇന്റർവ്യൂ ഇന്നും നാളെയുമായി നടക്കുമെന്ന് അറിഞ്ഞത്. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്യടാ. ഉണ്ടടാ, ഞാനുണ്ട്. എനിക്ക് വേണ്ടി നീ റെക്കമെൻഡ് ചെയ്യോ? വൈ നോട്ട്? നീ ആണെങ്കിൽ എന്റെ റെക്കമെൻഡേഷന്റെ ആവശ്യം പോലും ഇല്ല. നിന്നെ പോലെ പണി അറിയാവുന്ന ആളെയാ കമ്പനി അന്വേഷിക്കുന്നത്. ജമാലെ, പിന്നെ എങ്ങനെ നമ്മുടെ സെയിൽസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. ആണോ? റേഞ്ച് പ്ലസിന്റെ ഏതാ കൂടുതൽ പോകുന്ന? അത് 15 Pro നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി കുറച്ച് സ്റ്റോക്ക് കൂടെ എടുക്കട്ടെ? പറയാൻ ഞാൻ. എന്നാ ജമാലെ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ തന്നെ വിളിക്കാട്ടോ. ശരിടാ വിനയ. ശരിടാ.
ആ എന്നാ, ഈ ചായ കുടിക്ക്. ആന്റിക്കിപ്പോ അനുപമയെ തിരിച്ചു വിളിച്ചാ കൊള്ളാന്നുണ്ടല്ലേ? ആ, കോടികളുടെ സ്വത്തിന് ഒരവകാശി അവളും കൂടെയല്ലേ? ഓ എന്ത് കോടികള്, ഇതൊക്കെ അവര് പറഞ്ഞു നടക്കുന്നതല്ലേ. ഉള്ളതാണോ കെട്ടുകഥയാണോ എന്ന് ആർക്കറിയാം. അയ്യോ ആന്റി, കെട്ടുകഥയൊന്നുമല്ല. കല്യാശ്ശേരി തറവാട് രവിയേട്ടന്റെ കുടുംബ വീടിന്റെ തൊട്ടടുത്ത പേരുകേട്ട തറവാട് ആന്റി. ആ, എന്തായാലും ഇന്നത്തെ ഭൂമി വില വെച്ച് നോക്കുമ്പോ കോടികളുടെ ആസ്തി ഉണ്ടെന്നാ രവിയേട്ടൻ എന്നോട് പറഞ്ഞേ. ഓ അതൊക്കെ അവിടെ ഉണ്ടായാൽ മാത്രം പോരല്ലോ. ഈ മാഷിനും മക്കൾക്കും ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം കൂടെ വേണ്ടേ? അതൊക്കെ എന്ന് കിട്ടാൻ. ഓ, എന്നായാലും അതൊക്കെ അവർക്കുള്ളതല്ലേ ആന്റി. പിന്നെ ഞാൻ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് ആന്റി അനുപമയെ തിരിച്ചു വിളിക്കുന്ന കാര്യം എന്നോട് പറയാതിരിക്കണ്ട. അതെന്തായാലും ആന്റി ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഹേയ് ഇല്ല ഹർഷേ. ഓ അവൾ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പിന്നെ ഇന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ആലോചിക്കുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കുടുംബത്തിന് എന്തോ ശാപം ഏറ്റിട്ടുണ്ടെന്ന് ഹർഷ എനിക്ക് തോന്നുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ സത്യന്റെ ഇന്ദുവിന്റെ കല്യാണം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നീണ്ടുപോകുന്നേ. ആ വിനയം കാരണം ഒരിക്കലത് മുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചതാ. ഇപ്പതേ കല്യാണം തലയ്ക്ക് മുകളിൽ വന്ന് നിന്നപ്പോ ഒരു മരണം. സച്ചിസാറിന്റെ മകളുമായിട്ടുള്ള സത്യന്റെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഹോ വേറൊന്നും എനിക്ക് വേണ്ടായിരുന്നു. സച്ചി സാറിന്റെ അമ്മാവ് മരിച്ചതിന് ഇന്ദുവിന്റെ കല്യാണം മാറ്റി വെക്കേണ്ട കാര്യം എന്താ ആന്റി? നാളെയൊന്നും അല്ലല്ലോ കല്യാണം. ആ, എങ്ങനെ നോക്കിയാലും കല്യാണത്തിന് മുമ്പ് സഞ്ചയനം കഴിയും. അപ്പൊ പിന്നെ കല്യാണം നടത്തുന്നതിനെന്താ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നേ. ഇനി അവരുടെ കുടുംബക്കാരെന്താ തീരുമാനിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. ഇന്ദ്രൻ വന്ന ആന്റി ഇന്ദ്രനും കൂടി അങ്ങോട്ട് പോവല്ലേ? അടക്കം കഴിയുമ്പോ സച്ചി സാറിനോട് കല്യാണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ആന്റി ചോദിക്കണം. ആ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അത്രയും ദൂരം പോകുന്നത്. ഇനി അമ്മാവ് മരിച്ചൊന്നും പറഞ്ഞ് സച്ചിസാറ് മോളുടെ കല്യാണത്തിന് ആഘോഷമൊന്നും വേണ്ടാന്ന് വെക്കുമെന്ന എൻ്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും അവർ ചെയ്യില്ല ആന്റി. അവർക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ. അതെ, അവരുടെ കല്യാണം അവർ സൂപ്പറായിട്ട് നടത്തും. പിന്നെ സച്ചി സാറിന്റെ വീട്ടിൽ വെച്ചൊന്നും അല്ലല്ലോ അമ്മാവ് മരിച്ചത്. അവര് വേറെ നാട്ടുകാരല്ലേ. അപ്പോ ഇവിടെ വെച്ച് കല്യാണം ഭംഗിയായി നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. ഓ അങ്ങനെ നടന്നാ മതിയായിരുന്നു. അതുപോലൊരു കല്യാണം കുടുംബത്തിൽ നടക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്ന. സുശീല സച്ചിസാറിന്റെ ബന്ധുവായെന്ന് 10 പേരറിയണം. ആ ആന്റി, ഇന്ദ്രൻ വന്നെന്ന് തോന്നുന്നു. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഹർഷേ. ശേ, ആന്റി അവിടെ നിന്നേ. ഇന്ദ്രൻ ഇങ്ങോട്ട് കയറി വരില്ലേ? ആന്റി ദേ ചായ കുടിക്ക്. ആ ഞാൻ കുടിച്ചോളാം. വണ്ടി ഒന്ന് തിരിച്ചിട്ട്. ആ കയറി വാ ഇന്ദ്ര, ആൻറ്റി അകത്തുണ്ട്. ആ കയറാൻ ടൈമില്ല രവി. ഇപ്പൊ പോയാലേ അടക്കം കഴിയുന്നതിന് മുമ്പ് അങ്ങ് എത്താൻ പറ്റൂ. ആ അതെന്തായാലും കുഴപ്പമില്ല. ഞാനേ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് പോവാന്നേ. രവിയേട്ടാ, ഇന്ദ്രനെ വിളിച്ചോണ്ട് വാ. ഹർഷേ ഇതങ്ങ് വെച്ചോ. ഇനി രക്ഷയില്ല, വേഗം ഒന്ന് ചായ കുടിച്ചിട്ട് പോയേ വഴിയുള്ളൂ. ആ വാ ഇന്ദ്ര. വാ ഇരിക്കേ. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ടാക്സിയോട്ട് വരുമ്പോഴേക്കും ഇറങ്ങി നിൽക്കണമെന്ന്. അതിന് നീ ഇപ്പൊ വന്നതല്ലേ ഉള്ളു ഇന്ദ്ര. ഞാൻ ദേ ഇറങ്ങി.
ഇരിക്കുന്നിര. ദാ ഈ ചായ കുടിക്കെന്തിരെ? ആ എന്തായാലും 2 മണിക്കൂർ യാത്രയുള്ളതല്ലേ. ടാക്സി ആകുമ്പോ അവർ സമയത്തിനങ്ങ് എത്തിച്ചോളും. ടാക്സിക്ക് വലിയ കാശാവില്ല ഇന്ദിര. ഇവിടെ കാറുണ്ടല്ലോ, നിനക്ക് അതെടുത്തോണ്ട് പോകാമായിരുന്നല്ലോ. പെട്രോളിന്റെ കാശല്ലേ വരുള്ളൂ.